ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ് മാത്സിലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള വോളിയമാണ്. അപ്പോൾ വോളിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്പേസ് ഇൻസൈഡ് എ 3 ഡയമെൻഷണൽ ഫിഗർ ഈസ് കോൾഡ് വോളിയം. നമ്മൾ 2 ഡയമെൻഷണൽ ഫിഗറിൻ്റെ അകത്ത സ്പേസിന് ഏരിയ എന്ന് പറയുമെന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഡയമെൻഷൻ കൂടി വന്നു, ഹൈറ്റ് എന്ന ഒരു ഡയമെൻഷൻ കൂടി വരുമ്പോൾ അതിന് 3 ഡയമെൻഷനായി. അങ്ങനെ 3 ഡയമെൻഷനുള്ള ഒരു സംഭവത്തിൻ്റെ അകത്ത് എന്തുമാത്രം സ്പേസ് ഉണ്ട് അതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, വോളിയത്തിനുള്ള ഇക്വേഷനാണ് V = LBH. അതായത് വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളം, വീതി, ഉയരം എന്നിവയുടെ ഗുണനഫലമാണ് വോളിയം, വ്യാപ്തം എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഒരു ഒരു ക്യൂബ്. ഓക്കെ, ക്യൂബ് പറയാൻ പറ്റില്ല, ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്. അതിൻ്റെ സൈഡ്സ് 10 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം എത്രയാണ്? 10 × 20 × 30 വിച്ച് ഇസ് ഈക്വൽ ടു 6000. യൂണിറ്റ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ് ആകാം, മീറ്റർ ക്യൂബ് ആകാം. ഓക്കെ, അതായത് 3 ടൈംസ് മൾട്ടിപ്ലൈഡ്, അത് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന് 3 സൈഡും ഈക്വൽ ആകുമ്പോൾ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആകുമ്പോൾ നമുക്ക് അതിന് ക്യൂബ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ട് വോളിയം കാണാനാണ് പറഞ്ഞത്. ഇനി നേരെ തിരിച്ചൊക്കെ തരാം. വോളിയം തരും, ബ്രെഡ്ത്തും ഹൈറ്റും തരും, ലെങ്ത്ത് കാണാൻ, അല്ലെങ്കിൽ LBH ഏതെങ്കിലും ഒരെണ്ണം കാണാനായിരിക്കും, മറ്റത് 2 തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ലെങ്ത്ത് കാണാനാണെങ്കിൽ LBH ആണല്ലോ വോളിയം. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് കാണാൻ വേണ്ടി BHനെ താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടും. ഇനി ബ്രെഡ്ത്ത് കാണാനാണെങ്കിൽ V/ ബാക്കി 2 ക്വാണ്ടിറ്റി, H ആണെങ്കിൽ V/ ബാക്കി 2 ക്വാണ്ടിറ്റി. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള ഒരു ചോദ്യമാണ്, ഒരു ക്യൂബിക് മീറ്റർ എത്രയാണ്? ഓക്കെ, അതായത് 1 മീറ്റർ നീളമുള്ള ഒരു ക്യൂബ് എടുക്കുക. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ × 1 മീറ്റർ × 1 മീറ്റർ. ഓക്കെ, അത് 1 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 മീറ്ററിന് എനിക്ക് 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ എത്രയാണ്? 10⁻⁶ സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് 10 6 തവണ ഇട്ടത്രേ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതായത് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 10⁻⁶ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇതിനായിട്ട് വെക്കിയ ഒരു കൺവേർഷനൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യം വരും. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് റെക്ടാങ്കുലർ ബ്ലോക്കാണ്, അതിൻ്റെ അകത്ത് എന്തുമാത്രം സ്പേസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കിയത്. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഫിഗറിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ക്വാണ്ടിറ്റി കൊള്ളും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ടാങ്കിൻ്റെയൊക്കെ വെള്ളം അളക്കുകയാണെങ്കിൽ വോളിയം തന്നെയാണ് കപ്പാസിറ്റി, മാറ്റമൊന്നുമില്ല. പക്ഷെ ചില സാധനങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ഇഷ്ടികയ്ക്ക് അകത്ത് എന്തുമാത്രം ഇഷ്ടിക കൊള്ളും, അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് എന്തോരം വെള്ളം കൊള്ളും, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ കേസിലാണ് നമ്മൾ വോളിയം നോക്കുന്നത്. ഇനിയിപ്പോൾ ടാങ്ക് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത്, സ്വിമ്മിംഗ് പൂള് അതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കപ്പാസിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. കപ്പാസിറ്റിയും സെയിം തന്നെ, കപ്പാസിറ്റി ഈക്വൽ ടു LBH തന്നെയാണ്. ഓക്കെ, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് തന്നെയാണ് കപ്പാസിറ്റിയും വരുന്നത്. ഇനി കപ്പാസിറ്റി ലിറ്റർ മെഷേഴ്സിനാണ് അടുത്ത് നോക്കുന്നത്. 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ക്യൂബ് എടുത്തു. ഓക്കെ, 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ക്യൂബ് എടുത്തു. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ × 10 സെൻറ്റിമീറ്റർ × 10 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, 1000 സെൻറ്റിമീറ്റർ ക്യൂബിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 10⁻⁶ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 10⁻⁶ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതനുസരിച്ച് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്റർ ആയിട്ട് വരും. ഓക്കെ, 1 ലിറ്റർ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ 1000 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 × 1000. ഓക്കെ, 1000 ലിറ്റർ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് വോളിയം എന്നുള്ള ചാപ്റ്ററിൻ്റെ അകത്ത് മെയിൻലി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത്ര ലിറ്റർ തരും,
പിന്നെ അതിൻ്റെ കപ്പാസിറ്റി കാണുക. ഓക്കെ, മറ്റ് 2 ക്വാണ്ടിറ്റീസ് തന്നിട്ട് കപ്പാസിറ്റി കാണുക. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ വരുന്നത്. മെയിൻലി വോളിയം കാണാൻ വേണ്ടിയിട്ട് പഠിക്കുക, കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ ഈ ലിറ്ററിൻ്റെ കൺവേർഷനോ അത് ഇച്ചിരി ഒന്ന് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം, പക്ഷേ ഒന്ന് വീഡിയോ ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്നുകൂടി ശരിയാകും. ഓക്കെ, ആ കൺവേർഷൻസ് ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു വാക്ക് പഠിക്കൽ ഓക്കെയാണ്, ബട്ട് ആ കൺവേർഷൻ വരുന്ന രീതി ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. എന്നാലും വീഡിയോ 2 തവണ കണ്ടു കഴിയുമ്പോഴേക്കും ശരിയാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ലിറ്റർ തന്നിട്ട് ഹൈറ്റ് കാണുക, അങ്ങനത്തെയൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് വരും. ബട്ട് വോളിയത്തിനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് നന്നായിട്ട് നോക്കുക. സെക്കൻഡറി ആയിട്ട് ഇതും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.